ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസു വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊത്തുപൊറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനബിൾ കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഇവിടെ പൊറാട്ട എടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന പൊറാട്ടയാണ് കേട്ടോ. ഇതിൻ്റെ തണുപ്പൊന്നും പോയിട്ടൊന്നുമില്ല, ആ തണുപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ വേറെ ചൂടാക്കിയിട്ട് എടുക്കൊന്നും വേണ്ട. ഇപ്പോൾ ഇത് ആ പൊറാട്ട ഒക്കെ ഞാനിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാത്രമൊക്കെ ഇവിടെ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെയാണ് കേട്ടോ സവോള പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. സവോള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഈ ഓയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറിയതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് പകരം ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇട്ട് കൊടുത്തിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് ഇതിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ ഏകദേശമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 3 ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുട്ട ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടായിരുന്നു, അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി മുട്ട നന്നായിട്ട് കുക്കാവണായിട്ട് മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറാട്ട ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം. മുട്ട നന്നായിട്ട് കുക്ക് ആവണായിട്ട് മുന്നേ പൊറാട്ടയുടെ പീസൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത്, എങ്കിലേ ഇതിൽ പൊറാട്ടയും ആ മുട്ടയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. ഇപ്പോൾ ഇതവിടെ നമ്മളുടെ കൊത്തു പൊറാട്ട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയുടെ ഇലയും അതുപോലെ തന്നെ സവോളയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറുനാരങ്ങയുടെ നീരുണ്ടെങ്കിൽ അതും കൂടി നമ്മളിതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനബിൾ കൂടി ചെയ്യണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.